പാവപ്പെട്ടവനായി ജനിക്കുക എന്നുള്ളത് ഒരു തെറ്റല്ല. എന്നാൽ പാവപ്പെട്ടവനായി മരിക്കുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും തെറ്റാണ്. എന്തുകൊണ്ടാണ്? നമുക്ക് ഈ ഭൂമി വിശാലമാക്കി തന്നിട്ടുണ്ട്, നമുക്കൊരുപാട് കഴിവ് തന്നിട്ടുണ്ട് അല്ലേ? നമ്മളതൊന്നും ചെയ്യാതെ ശ്രമിക്കാതെ നമ്മൾ ആ കുഴിച്ച കുഴി തന്നെ നിന്നിട്ട് നമ്മൾ കുറ്റം പറയും, എൻ്റെ കയ്യിൽ ക്യാഷില്ല, ഞാനൊന്നിനും കൊള്ളാത്തവനാണ്, ഞാൻ റിച്ച് അല്ല എന്ന് നമ്മൾ പറയുകയാണ് ഓരോരുത്തരും. എന്തുകൊണ്ടാണോ നമ്മുടെ കഴിവുകൾ യൂസ് ചെയ്തിട്ട് നമ്മൾ വലിയ നിലയിലേക്ക് നമുക്ക് എത്താൻ പറ്റാത്തത്? നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക, ഓരോരുത്തർക്കും ഓരോ കഴിവുകൾ, നമ്മൾ വീണ്ടും 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 ശ്രമിച്ചുകൊണ്ടിരിക്കുക. കുറേ കയ്യിൽ ക്യാഷ് ഉള്ളതല്ല പണക്കാരെന്ന് പറയുന്നത്. ആ ഉള്ള പൈസയിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ചെയ്യുന്നുണ്ടോ, നമ്മൾ ഹാപ്പിയാണോ, നമ്മുടെ ലൈഫ് നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ടോ, അത് തന്നെയാണ് ഒരാൾ റിച്ച് എന്ന് പറയുന്നത്. അല്ലാതെ ഒരുപാട് ക്യാഷ് ഉള്ളവൻ ഒരിക്കലും നമ്മൾ പൂർണ്ണമായിട്ടും റിച്ച് എന്ന് പറയില്ല. നമ്മളെ കാണുമ്പോൾ നമ്മൾ പറയും റിച്ചാണെന്ന്, പക്ഷേ അവൻ മാനസികമായി ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നവനായിരിക്കാം. അപ്പോൾ ഇതെല്ലാം ഒത്തിണങ്ങിയിട്ടുള്ളവൻ തന്നെയാണ് എന്ത് റിച്ച് എന്ന് പറയുന്നത്. നമ്മുടെ ലൈഫിലെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടെങ്കിലും നമ്മുടെ കഴിവുകൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ പറയാറില്ലേ ഓരോരുത്തരെ കാണുമ്പോഴേ, അവൻ എന്ത് ലെക്കാണ്, അവൻ എത്ര പെട്ടെന്ന് അവൻ ആ സക്സസ്സിൽ എത്തിയത്, എന്ത് ഭാഗ്യമുള്ള ആളാണെന്നൊക്കെ അല്ലേ? നമ്മളിങ്ങനെ ഓരോരുത്തരുടെ സൗഭാഗ്യങ്ങളോ അല്ലെങ്കിൽ അവൻ്റെ വിജയങ്ങളോ കണ്ട് നമ്മളെല്ലാവരും പറയാറുണ്ട് അങ്ങനെ അല്ലേ? നമ്മളെന്തുകൊണ്ട് നമ്മളിലേക്ക് അതൊന്ന് ചിന്തിച്ച് നോക്കുന്നില്ല? ഓരോ മനുഷ്യനും സ്പെഷ്യലാണ്, ഓരോ മനുഷ്യനും വ്യത്യസ്തപരമായിട്ടുള്ള കഴിവുകളുണ്ട്. നമ്മൾ ആ കഴിവുകളെ തിരിച്ചറിഞ്ഞ് വളർത്തുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരും സ്പെഷ്യലായിട്ട് മാറുന്നത്. മറ്റുള്ളവരെ കുറിച്ച് പറയാനേ നമുക്ക് നേരമുള്ളൂ. മറ്റുള്ളവർ ഒരു പക്ഷേ ആ സക്സസ്സിൽ എത്താൻ വേണ്ടിയിട്ട് എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാവും. അവൻ്റെ സമയം, അവൻ്റെ കഴിവുകൾ, അങ്ങനെ എല്ലാം അതിന് യൂസ് ചെയ്തിട്ടാണ് അവനൊന്നൊരു ആ സക്സസ്സിൽ എത്തിയിട്ടുണ്ടാവുക. എന്നിട്ട് നമ്മൾ ഒറ്റ വാക്കിൽ അത് പറഞ്ഞു വെക്കും അവൻ്റെ സാഹചര്യങ്ങളെയും സന്ദർഭങ്ങളെയും ഒന്നും പഴി പറഞ്ഞൊഴിയാതെ നമ്മുടെ മാറ്റത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. തോറ്റാലേ അതിനൊരു അന്തസ്സുണ്ട്. എന്നാൽ ഒന്നും ചെയ്യാതെ ഈ മണ്ണോട് മണ്ണ് ചേർന്ന് പോയാലോ അവനൊരു വിലയിലൊരു നിലയില്ല. അപ്പോൾ ഗ്രോത്ത് യുവർ മൈൻഡ്, ചേഞ്ച് യുവർ ലൈഫ്. ബൈ.